സ്നേഹമാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ. പരസ്പര വിശ്വാസവും കരുതലും തന്നെയാണ് അതിന്റെ ശക്തി. സന്തോഷത്തിലും സന്താപത്തിലും സാന്ത്വനത്തിലും സമാധാനത്തിലും ഒരുമിച്ച് നിൽക്കുന്ന കുടുംബം, ചിരികളിലും കഷ്ടതകളിലും ഒരുമിച്ച് നിൽക്കുന്ന കുടുംബം. ആ ഓരോ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ കുടുംബദിന ആശംസകൾ. കുടുംബം എന്നത് നമ്മൾ ജനിക്കുന്ന ഇടം മാത്രമല്ല, നമ്മെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന ഹൃദയങ്ങളാണ്. ഇന്ന് മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനം, നമ്മളുടെ ദിനം. ഏവർക്കും കുടുംബദിനത്തിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അതായത് മെയ് 15 ഇന്നാണ് കുടുംബദിനം. കുടുംബദിനത്തിന്റെ ആശംസകൾ നൽകുമ്പോൾ അത് എങ്ങനെയാണ് കുടുംബദിനം വന്നത്, ആരാണ് കുടുംബദിനം തീരുമാനിച്ചത്? അത് ഐക്യരാഷ്ട്രസഭയാണ്. ഈ ലോകത്തെ 195 രാജ്യങ്ങളാണ്. അതില് 193 രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ അംഗമാണ്. എല്ലാവരും അറിയുന്ന കുഞ്ഞു രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രം ഐക്യരാഷ്ട്രസഭയിലില്ല. ആ രാഷ്ട്രമാണ് വത്തിക്കാൻ. വത്തിക്കാൻ എന്ന രാഷ്ട്രം ഇതുവരെയും ഐക്യരാഷ്ട്രസഭയിലെ അംഗമല്ല. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. അതുപോലെ തന്നെ കൊസോവ, തൈവാൻ എന്നീ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ പാലസ്തീൻ, ഈ 3 രാജ്യങ്ങളും അങ്ങനെയാണ്. എങ്കിലും അവർ ഒബ്സർവർ രീതിയിലാണ്, അവര് നിരീക്ഷണത്തിൽ തന്നെയാണ്. ആ ഒരു പ്രത്യേക പരിഗണന തന്നെയാണ് വത്തിക്കാൻ രാഷ്ട്രത്തിനുള്ളത്. ഇനി കുടുംബദിനത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ ഐക്യരാഷ്ട്രസഭ എങ്ങനെയാണ് ദിനങ്ങൾ ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ എന്നാണ് ഇവിടെ സ്ഥാപിതമായത് എന്നൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഐക്യരാഷ്ട്രസഭ 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ രൂപം കൊള്ളുന്നത്. അന്ന് വെറും 51 രാഷ്ട്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാലാനുഗതയാണ് ഇത്രയൊക്കെ രാഷ്ട്രങ്ങൾ ആയത്. ഐക്യരാഷ്ട്രസഭ ഒരു വർഷം മാത്രമല്ല ദിനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അത് ഓരോ ദിവസവും പ്രത്യേക കാര്യങ്ങൾക്കായി അവർ ഓരോ ദിനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇതെന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇന്നോ ഇന്നലെയല്ല. 1945 ഐക്യരാഷ്ട്രസഭ തുടങ്ങിയ ആ കാലം മുതൽ തന്നെ ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കായി ദിവസങ്ങൾ ആചരിക്കാൻ ആരംഭിച്ചു. എങ്കിലും ലോകവ്യാപകമായി അന്താരാഷ്ട്ര ദിനങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതി ഔദ്യോഗികമായി കൂടുതൽ സജീവമായത് 1950കളിലും 1960കളിലുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വിവിധ സംഘടനകൾ അറിയാമായിരിക്കും, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. യുനെസ്കോ, യുനിസെഫ്, ഹു, അതായത് WHO, ഇതൊക്കെ വഴിയും ഓരോ ദിനങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി ദിനങ്ങൾ പ്രഖ്യാപിക്കുകയും നിർദ്ദേശിക്കുകയും UN ജനറൽ അസംബ്ലി അത് പ്രമേയങ്ങളുടെ അംഗീകരിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പതിവ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ തലവൻ, അതായത് സെക്രട്ടറി ജനറൽ, ഐക്യരാഷ്ട്രസഭയുടെ തലവനെ പറയുന്നത് സെക്രട്ടറി ജനറൽ എന്നാണ്. അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് 2017 മുതൽ ഈ പദവിയിൽ ഉള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കുന്ന അന്താരാഷ്ട്ര കുടുംബദിനം അത് എന്നാണ് തുടങ്ങിയത്? 1993 അത് ആരംഭിച്ചത്. 1985 മെയ് 29 1985 എന്ന പ്രമേയത്തിൽ വികസന പ്രക്രിയയിലെ കുടുംബങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഒരു ഇനം 41ാം സമ്മേളനത്തിന്റെ താൽക്കാലികമായ അജണ്ടയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത പരിഗണിക്കാൻ വേണ്ടി കൗൺസിൽ ജനറൽ അസംബ്ലിയെ ക്ഷണിക്കുകയായിരുന്നു. 1989 ഡിസംബർ 9 44/82 പ്രമേയത്തിൽ പൊതുസഭ അന്താരാഷ്ട്ര കുടുംബവർഷമായി പ്രഖ്യാപിച്ചു. 1993 ജനറൽ അസംബ്ലി ഒരു പ്രമേയത്തിലൂടെ A/RES
ബാർ 47/237 എന്ന ഓർഡറിലൂടെ പ്രമേയത്തിലൂടെ എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആചരിക്കണമെന്ന് തീരുമാനിച്ചു. അന്താരാഷ്ട്ര ദിനങ്ങളും ആഴ്ചകളും പൊതുജനങ്ങളെ ആശങ്കാജനകമായ വിഷയങ്ങളിൽ ബോധവൽക്കരിക്കുന്നതിനും ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയും വിഭവങ്ങളും സമാഹരിക്കുന്നതിനും മാനവികതയുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരങ്ങളാണ്. ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അന്താരാഷ്ട്ര ദിനങ്ങളുടെ നിലനിൽപ്പ് ആരംഭിച്ചിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് പറഞ്ഞത് കുറച്ച് കണക്കുകളാണ്, കുറച്ച് വർഷങ്ങളാണ്. ഇന്നത്തെ ദിവസം അതായത് മെയ് 15 ഐക്യരാഷ്ട്ര സഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര കുടുംബദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി. അതിന്റെ മുദ്രാവാക്യമാണ്, അതായത് 2026 മുദ്രാവാക്യം. 1993 മുതൽ ഈ വർഷം വരെ എല്ലാ വർഷവും ഓരോരോ പലതരത്തിലുള്ള മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം. അതായത് ഫാമിലീസ്, ഇനക്വാളിറ്റീസ് ആൻഡ് ചൈൽഡ് വെൽബീയിങ് എന്നതാണ്. സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ കുറയ്ക്കാനും കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങളും ആരോഗ്യകരമായ വളർച്ചയും ഉറപ്പാക്കാനും കുടുംബങ്ങൾക്കുള്ള പങ്ക് വലുതാണ് എന്ന് ഈ മുദ്രാവാക്യം ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷത്തെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വരുമാന അസമത്വങ്ങൾ ലഘൂകരിക്കാൻ, സാമൂഹിക സമത്വം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സംരക്ഷണം എന്നിവയിൽ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കാനും കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകി അവരെ പിന്തുണയ്ക്കുക. കൂടാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം താങ്ങായി നിൽക്കാനും കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷിതത്വവും കരുതലും നിറഞ്ഞ അന്തരീക്ഷം വീട്ടിൽ തന്നെ ഒരുക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി കുടുംബങ്ങൾക്കായി സ്വീകരിക്കാവുന്ന ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. എല്ലാ അംഗങ്ങൾക്കും ആശയവിനിമയം നടത്താൻ ദിവസവും കുറച്ച് സമയം നീക്കിവെക്കുക. കുട്ടികളുടെ കാര്യങ്ങളിൽ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുക. അതായത് നീ നോക്ക് ഞാൻ നോക്ക് എന്നല്ല. അതുപോലെ തന്നെ കുറച്ച് സമയം മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയവിനിമയത്തിന്. കാര്യം പലരും പല തലത്തിലേക്ക് പോകുമ്പോൾ ആ ആശയവിനിമയത്തിന് ഒരു ടൈം വേണം. അതുപോലെ തന്നെ കുട്ടികളുമായി ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക, ക്വാളിറ്റി ടൈം. ഞങ്ങൾ എന്ന് പറയുന്ന ഞങ്ങളുടെ കുട്ടികളൊക്കെ ചെറുതായിരുന്നപ്പോൾ അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ഫാമിലി ടൈം ഉണ്ടായിരുന്നു. TV ടൈം ഇല്ല ഞങ്ങൾക്ക്. പ്രയർ ടൈമും ഫുഡ് ടൈമും ഫാമിലി ടൈമാണ്. ആ ഫാമിലി ടൈമാണ് ഞാൻ ഈ പറഞ്ഞ റിയൽ ടൈം അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബം സ്നേഹം, സഹകരണം, സുരക്ഷ, മൂല്യങ്ങൾ എന്നിവ പകർന്നു നൽകുന്ന ആദ്യത്തെ പാഠശാലയാണ്, ആദ്യത്തെ ക്ലാസ് ആണ് എന്ന് പറയാം. ഞാൻ വളരെ സിമ്പിളായിട്ട് കുടുംബത്തെ നിർവചിക്കുകയാണെങ്കിൽ പരസ്പരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കിടുകയും ചെയ്യുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് കുടുംബം. അതിനെ സമൂഹശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിലോ വിവാഹം, രക്തബന്ധം അല്ലെങ്കിൽ ദത്തെടുക്കൽ വഴി ബന്ധപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്ന സാമൂഹിക ഘടകമാണ് കുടുംബം. എന്നാൽ അതിൻ്റെ വിവരണം തരേണ്ടതില്ലല്ലോ. കുടുംബത്തെ ഏറ്റവും മനോഹരമായി വിവരിക്കുന്ന, അറിയുന്ന, നൽകുന്ന ഒരു മതമാണ് ക്രൈസ്തവ മതം. എന്നാൽ കുടുംബം ദൈവം സ്ഥാപിച്ച സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചെറിയ ഒരു സമൂഹമായിട്ട് ആണ് ഒരു കുടുംബത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹവും സുരക്ഷയും സംരക്ഷണവും നൽകുക, കുട്ടികളുടെ വളർച്ചയും വിദ്യാഭ്യാസവും നൽകുക, മൂല്യങ്ങളും സംസ്കാരവും പകർന്നു നൽകുക, പരസ്പര പിന്തുണ തീർച്ചയായും നൽകണം.
യുണൈറ്റഡ് നേഷൻസ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. കുടുംബത്തെ പറ്റി പറയുമ്പോൾ കുടുംബത്തിന് ഒത്തിരി ഡെഫിനിഷൻസ് ക്രൈസ്തവ മൂല്യങ്ങൾ അധിഷ്ഠിതമായ പുസ്തകങ്ങളിൽ ഉണ്ട്. പല വൈദികരുടെ പ്രസംഗങ്ങളും കുടുംബത്തിൽ അധിഷ്ഠിതമാണ്. കാരണം സഭ എന്നത് കുടുംബമാണ്. ആദ്യത്തെ സഭ എന്ന് പറയുന്നതും കുടുംബമാണ്. എന്തേ പപ്പേ ഇവരൊക്കെ ഇങ്ങനെ? എൻ്റെ ഇളയ മോൾ ഒരിക്കൽ ചോദിച്ചതാണ്. മറ്റൊന്നുമല്ല, അത് ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അവൾ കുട്ടിയായിരുന്നപ്പോൾ 4 പേരുള്ളത് 4 പേരും വ്യത്യസ്ത ടൈമിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ ആ വീട്ടിൽ സന്ധ്യ സമയത്ത് ചെല്ലേണ്ടി വന്നു. അപ്പോഴാണ് എൻ്റെ ടിറ്റ മോൾ പറഞ്ഞത്, ഇതെന്താ പപ്പ ഇങ്ങനെ? അവൾ പറയേണ്ട കാരണമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് എവിടെ പോയാലും എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും മാറിയല്ല കഴിക്കുന്നത്, ഒരുമിച്ചാണ്. ആ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള ആ പ്രവൃത്തി കണ്ടപ്പോഴാണ് അവൾക്ക് അങ്ങനെ തോന്നിയത്. അതെ, ക്രൈസ്തവ കുടുംബം വളരെ മനോഹരം തന്നെയായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ പ്രാർത്ഥന, സന്ധ്യാസമയത്ത് പ്രാർത്ഥന, അതിനുശേഷം അതായത് കുട്ടികളുടെ പ്രാർത്ഥനയായിരിക്കും സമയത്ത് രാത്രി എല്ലാവരും ചേർന്ന്, കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്നുള്ള പ്രാർത്ഥന. അതിനുശേഷം അവര് ഭക്ഷണം കഴിക്കുന്നു, അതും എല്ലാവരും കൂടി ചേർന്ന്. ഞങ്ങളുടെ വീട്ടില് 9 പേര്, 9 മുതൽ 11 പേരാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. ആ സമയത്ത് സംസാരമാണ്. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ചുറ്റിനും കൂടി ഇന്ന് ഇങ്ങനെ ഓരോ തമാശകൾ, അന്നത്തെ വിശേഷങ്ങൾ ഒക്കെ ഞങ്ങൾ കൈമാറുമായിരുന്നു. ആ ഒരു കാലം, ആ മനോഹരമായ കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെയായിരുന്നു. റേഡിയോ വന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. കാരണം റേഡിയോ നമ്മുടെ ആരാധനപരമായ ജീവിതത്തിനും കുടുംബജീവിതത്തിനും ഒരു തരത്തിലുമുള്ള പോറലുകളും ഏൽപ്പിച്ചില്ല. പക്ഷേ ടി വി, അതായത് ദൂരദർശൻ വന്നറിയാലോ, 1985, 86 കാലഘട്ടങ്ങളിലാണ് ദൂരദർശൻ മലയാളം വരുന്നത്. പിന്നെ ഏഷ്യാനെറ്റ് വന്നു മലയാളം ചാനലുമായി, ഒത്തിരി സീരിയലുകളുമായി. 1991 മുതൽ അവർ നമ്മുടെ സ്വീകരണ മുറികളിലും പ്രാർത്ഥനാ മുറികളും നിറഞ്ഞു തുടങ്ങി. അതോടെ നമ്മുടെ കുടുംബങ്ങളിൽ സീരിയലുകളും സിനിമകളും പിച്ചവെച്ച് തുടങ്ങിയതോടെ കുടുംബ പ്രാർത്ഥനകളുടെയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളുടെയും പങ്കുവെക്കലുടെയും സമയമില്ലാതായി. കാരണം എന്താണ്? അതെല്ലാം ടി വി സീരിയലിനെ ബേസ് ചെയ്തായി, ടി വി സീരിയലിലെ കാര്യങ്ങളായി. ആ സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വാർത്തകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടായി ഭക്ഷണങ്ങൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ടായി സംസാരങ്ങൾ. പലയിടങ്ങളിലും പ്രാർത്ഥനകൾ പോലും അഡ്ജസ്റ്റായി. ആ സീരിയൽ കഴിഞ്ഞിട്ട് വേണം, അടുത്ത സീരിയലുകൾക്ക് മുമ്പ് വേണം പ്രാർത്ഥന എന്നായി. ചിലയിടങ്ങളിൽ ടി വിയിൽ തന്നെ പ്രാർത്ഥനകളും കുർബാനകളുമായി. പള്ളിയിൽ പോക്കില്ല, പ്രാർത്ഥനകളില്ല. 1995 കാലഘട്ടങ്ങളിലും മൊബൈലൊക്കെ ഉണ്ട്. അന്ന് ഇൻകമിങ്ങിനൊക്കെ ക്യാഷ് വരുമായിരുന്നു. അതിനുശേഷം വീണ്ടും കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. 2005 മൊബൈൽ ഫോണൊക്കെ പരക്കെയായി. ഇൻകമിങ് ഫ്രീ ആയി, മറ്റ് പലവിധ സൗജന്യങ്ങൾ പല കമ്പനികൾ നൽകി. ഇന്റർനെറ്റ് അടിപൊളി, എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാലും വൈഫൈ ആയി. ആ ഒരു തലത്തിലേക്ക് വന്നപ്പോൾ കുടുംബജീവിതത്തിൽ അവൻ തിക്കിക്കയറുകയാണ്. ഫോണിന് ഒരു അപ്ഡേഷൻസ്, ക്യാമറകൾ, വീഡിയോകൾ, മറ്റ് പല മോഡിഫിക്കേഷൻസ് വരുന്നതനുസരിച്ച് കുടുംബങ്ങളും വ്യക്തികളും പാടെ മാറിത്തുടങ്ങി. അടിസ്ഥാനപരമായി പോലും അവിടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കർശനവും കർക്കശവും അല്ലാത്ത ക്രൈസ്തവ കുടുംബങ്ങളിലും ഹൈന്ദവ കുടുംബങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും പെൺകുട്ടികളും ആ സ്വാതന്ത്ര്യം ആഘോഷമാക്കി. ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നവർ, ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ, അതിനുശേഷം ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരുന്നവർ, എപ്പോഴും അപ്പോഴും നേരെ നോക്കി സംസാരിച്ചിരുന്നവർ, തമാശകളും വിശേഷങ്ങളും കൈമാറിയിരുന്നവർ, തങ്ങളുടെ ഓഫീസിലെ, തങ്ങളുടെ സ്കൂളിലെ ഒക്കെ ചെല്ലുന്നു,
അവിടുത്തെ വിശേഷങ്ങൾ, ഏതൊക്കെ വീട്ടിൽ പോകുന്നു, ഏതൊക്കെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു, ആ വിശേഷങ്ങൾ അതെല്ലാം കൈമാറി മക്കളോടും ഭാര്യയോടും. പിന്നെ പിന്നെ അവർ നേരിൽ നോക്കാതായി. കാരണം ഫോണിലായി. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നിങ്ങൾ പലപ്പോഴും പല സിനിമകളിൽ കാണുന്നുണ്ട്. 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും ഫോണാണ്. ആ 4 പേരും ഭക്ഷണം കഴിക്കുന്നത് ഫോണിലൂടെയാണ്. ഒരു തമാശയായിട്ട് കണ്ടൊരു ഭാഗം ഞാൻ പറയുകയാണ്. ഒരു ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഇളയ കുട്ടി ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ചപ്പാത്തിക്ക് പകരം എടുത്തിട്ടു. ആ സമയത്ത് ആ ടിഷ്യൂ പേപ്പർ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കഴിക്കുന്ന പറയാം. അപ്പോൾ ഭക്ഷണത്തിനല്ല അവിടെ ശ്രദ്ധ വന്നത്, ഫോണിലാണ്. എന്ത് കഴിക്കുന്നു എന്നല്ല നോക്കുന്നത്, ടേസ്റ്റ്. നമ്മുടെ ഭക്ഷണങ്ങളുടെ രുചി നഷ്ടപ്പെട്ടത് ഈ ഫോണിലൂടെയാണ്. ചിലപ്പോൾ യൂട്യൂബിലൂടെ നമുക്ക് ഒത്തിരി ഭക്ഷണം രുചിയാക്കുന്നത് കിട്ടാം. പക്ഷെ ഫോണിലൂടെ ആ രുചി ഇല്ലാതെയാവുകയാണ്. പരസ്പരം നോക്കാതെയായി, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതെയായി, ഒരുമിച്ചിരുന്ന് ചിരിക്കാതെയായി, നോട്ടം മൊബൈലിലായി. അതിൽ ഫ്രണ്ട്സായി, ക്ലോസ് ഫ്രണ്ട്സായി, നെറ്റ് ഫ്രണ്ട്സുമായി. അപ്പോൾ എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കായി. നമ്മളിപ്പോൾ പല സംഭവങ്ങൾക്കും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ, ആ സ്ത്രീ കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ആരുടെ കൂട്ടത്തിൽ പോയപ്പോൾ? ഒരു ആൺ സുഹൃത്തിൻ്റെ കൂട്ടത്തിൽ പോയപ്പോൾ. ആ ആൺ സുഹൃത്തും ആ പെൺകുട്ടിയുമായിട്ട്, ആ സ്ത്രീയുമായിട്ട് എവിടെ പോയി? ആ സ്ത്രീ മാരീഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മാരീഡ് ആയിരിക്കും. എവിടെ പോയി? ആരും ഇല്ലാത്ത ഒരിടത്ത്, ഒരു ഫ്ലാറ്റില്. അപ്പൊ അവിടുത്തെ ക്രിമിനൽസ് അത് നോക്കി നിൽക്കുകയാണ്. ആ ക്രിമിനൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരയാണ് വരുന്നത്. അതവിടെ ആദ്യത്തെ ഇരയൊന്നും അല്ല. ഒത്തിരി പേര് ഇതുപോലെ ആൺ സുഹൃത്തും പെൺ സുഹൃത്തുമായിട്ട് അവിടെ വരാറുണ്ട്. അവരിൽ നിന്നെല്ലാം അവരെയെല്ലാം ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആരും അത് പുറത്തു പറയില്ല. കാര്യം എന്താണ്? ആൺ സുഹൃത്തിന്റെ കൂട്ടത്തിൽ പോയപ്പോഴാണ്, പെൺ സുഹൃത്തിന്റെ കൂട്ടത്തിൽ പോയപ്പോഴാണ്, ഭർത്താവിന്റെ കൂട്ടത്തിൽ പോയപ്പോഴല്ല. ഭർത്താവിന്റെ കൂട്ടത്തിൽ വരുമ്പോഴേ അങ്ങനെയുള്ളൂ. ഇവിടെയുള്ള പല തലങ്ങളിലും അങ്ങനെയുണ്ട്. എനിക്കറിയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പങ്കുവെച്ചത് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഒരുപക്ഷെ ആ സ്ത്രീ കാണുന്നുണ്ടാവാം, കേൾക്കുന്നുണ്ടാവാം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ആ സ്ത്രീ മരിച്ചുപോയി. ആ സ്ത്രീ, ആ സ്ത്രീയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട്, ഒരു പുരുഷനുമായിട്ട് കണക്ഷൻ ആയിരുന്നു ആൺ സുഹൃത്ത്. അവരിതുപോലെ ഒരിക്കല് പുറത്തു പോവുകയാണ്. പുറത്തു പോയി ഇതുപോലെ സേഫായ ഒരിടത്ത് പോവുകയാണ്. ആ സേഫായ ഒരിടത്ത് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്യാങ് അവിടെ നിന്ന് കാണുകയാണ്. ആ ഗ്യാങ്ങിൽ നിന്ന് ഇവർക്ക് ശല്യമുണ്ടായി. ഇവരെ അതുവഴി അവിടെയുള്ള ഒരു ഒറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതേ തുടർന്ന് സംഭവിച്ചത് വളരെ ക്രൂരവും നിന്ദ്യവുമായതാണ്. ആരോട് പോലും പറയാത്തതാണ്. ഞാൻ ഫേസ്ബുക്കിൽ ചെയ്യുന്ന ചില പോസ്റ്റുകളെ തുടർന്ന് അന്ന് ഷെയർ ചെയ്തൊരു കാര്യമാണ്. കാരണം ആരോടും അത് ഷെയർ ചെയ്തിട്ടില്ല. ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്. കുമ്പസാരത്തിൽ പോലും അച്ഛനോട് അത് പറഞ്ഞിട്ടില്ല. അത് ഒരു രഹസ്യമായിട്ട് തന്നിൽ തന്നെ നിൽക്കുകയാണ്. അതെനിക്ക് ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണമായതുകൊണ്ടും ഇനിയും ആരും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അത് അവരുടെ ജീവിതം പാടെ ശിഥിലമാക്കി. കുടുംബജീവിതം പോയി. പക്ഷേ അവര് ഒരു മാനസിക രോഗാശുപത്രിയിലായിരുന്നു ഒത്തിരി നാള്. ആരും ആരോടും പറയാതെ അതങ്ങ് പോയി. അതെ, അതാണ് സുഹൃത്ത്, ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞ് ടിവികളിലും ഫോണുകളിലും വാർത്തകളിലും ഒക്കെ വരുന്നത്. ചിന്തിക്കുക. അപ്പോൾ എല്ലാം ഒറ്റയ്ക്കായപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ കിടപ്പറയിൽ പോലും വിവാഹിതരുടേതായി. നേർദിശയിലായിരുന്ന കിടപ്പിലും മാറ്റമായി. നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും തിരിഞ്ഞായി. കുടുംബസമാധാനം പാടെ തകിടം മറിഞ്ഞു. കുടുംബത്തിന്റെ അടിത്തറകളും പല വീടുകളും ഫ്ലാറ്റുകളും പലർക്കും സ്വന്തം വീടുകളെ പോലെയായി. അവരുടെയും നേരങ്ങൾ ഇവരുടെ നേരങ്ങൾ, അവരുടെയും നേരങ്ങൾ എന്ന രീതിയിലായി. പരസ്പരമുള്ള ആശയവിനിമയം അവിടെ കുറയുകയാണ്. കുടുംബത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് ഡെഫിനിഷൻ തരേണ്ട ആവശ്യമില്ല, വിവരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മൾ ഒരു സിനിമകളിലൂടെ, കഥകളിലൂടെ ഒക്കെ
അതാണ് അനുഭവിക്കുന്നത് ജീവിതത്തിലൂടെയും. കുടുംബ തകർച്ചയിലേക്ക് നയിക്കുന്ന നിരവധി സാമൂഹിക, സാമ്പത്തിക, വ്യക്തിപരമായ ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കൂടി പറഞ്ഞുകൊള്ളട്ടെ. പരസ്പര വിനിമയത്തിന്റെ അഭാവം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഓപ്പൺ സ്പോക്ക്, ഒരു തുറന്ന മനസ്സോടെയുള്ള സംസാരമില്ലായ്മ തെറ്റിദ്ധാരണകൾക്കും അകൽച്ചയ്ക്കും കാരണമാവുകയാണ്. ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങൾ ദുർബലപ്പെടുകയാണ്. കടബാധ്യത, തൊഴിലില്ലായ്മ, വരുമാനക്കുറവ്, തങ്ങൾക്ക് പല കാര്യങ്ങൾക്കും, അതായത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ വരുന്ന കുടുംബങ്ങൾ, അവിടേക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൂടുകയാണ്. കൂടാതെ മദ്യവും ലഹരി വസ്തുക്കളും, ലഹരി ഉപയോഗം കൊണ്ട് കുടുംബത്തിന് ശാന്തിയും സാമ്പത്തിക സ്ഥിരതയും തകരുകയാണ്. ഞാൻ എന്ന ചിന്ത കൂടുതലാകുമ്പോൾ പരസ്പര ബഹുമാനവും സഹകരണവും കുറയുകയാണ്. ശാരീരികമോ മാനസികമായ പീഡനങ്ങൾ കുടുംബ ബന്ധങ്ങളെ തകർക്കുകയാണ്. അമിതമായ മൊബൈൽ, സോഷ്യൽ മീഡിയ ഉപയോഗം കുടുംബസമയം കുറയ്ക്കുകയും മാനസികമായ അകലം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്നേഹം, ക്ഷമ, പങ്കിടൽ, ഉത്തരവാദിത്വം തുടങ്ങിയ കുടുംബ മൂല്യങ്ങൾ ക്ഷയിക്കുന്നതിന് പ്രശ്നങ്ങൾ കാരണമാവുകയാണ്. മറ്റുള്ളവരുടെ അനാവശ്യമായ ഇടപെടലുകൾ കുടുംബ കലഹങ്ങൾ വർദ്ധിക്കാം. എവിടെയും ഒരു തേർഡ്മാൻ വരും, ഒരു മൂന്നാൻ വരും. അവരായിരിക്കും ചിലപ്പോൾ ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. തങ്ങൾ എന്ത് കറി വെക്കണമെന്ന് തീരുമാനിക്കുന്നത്, തങ്ങൾ എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കുന്നത്, തങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത്, എപ്പോൾ കിടക്കണമെന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരാകുമ്പോഴും അവിടെ ഇടപെടലാവുകയാണ്. ഒരുമിച്ച് സമയം ചെലവഴിക്കാത്തത്, കുടുംബങ്ങൾ തമ്മിൽ ഒരു ഫാമിലി ടൈം ഇല്ലാതെ വരുന്നത്, അതായത് ഭക്ഷണം കഴിഞ്ഞ് ഒരു ചർച്ചകൾ ആവശ്യമാണ്, ഒരു ഫാമിലി ടൈം ആവശ്യമാണ്. കുട്ടികളുടെ സ്കൂളിലെ വിശേഷങ്ങൾ നമ്മൾ അറിയണം, അതിന് ചെവി കൊടുക്കണം. ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യയോട് ഞാൻ പറയുമായിരുന്നു, കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ നിന്റെ ചെവി കൊടുക്കണം. 2 കുട്ടികൾക്കും 2 ചെവിയും. അവർ സംസാരിച്ചോട്ടെ, അവരുടെ ചെവി അവർക്ക് കൊടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെവി കൊടുക്കാൻ അപ്പുറത്തുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം സ്നേഹം കൈമാറിയില്ലെങ്കിൽ, തമാശകൾ കൈമാറിയില്ലെങ്കിൽ, വിശേഷങ്ങൾ കൈമാറിയില്ലെങ്കിൽ അവിടെയും ഉണ്ടാകും വിശേഷങ്ങൾ കൈമാറാൻ മറ്റുള്ളവരെ. സ്നേഹവും പരസ്പര ബഹുമാനവും ആശയവിനിമയവും ഉള്ളിടത്ത് കുടുംബ ബന്ധം ശക്തമാവുകയാണ്. പരസ്പര ബഹുമാനമാണ് ഏറ്റവും വലുത്, പരസ്പര സ്നേഹമാണ് ഏറ്റവും വലുത്. ഏവർക്കും കുടുംബദിനത്തിൻ്റെ ആശംസകൾ ഒന്നുകൂടി നൽകിക്കൊണ്ട് ഏവർക്കും നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.